ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ വന്നൊന്ന് കാണണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. കൃഷ്ണ വരില്ലേ? വരും മാഡം. ഞാൻ എന്തായാലും മാഡത്തിനെ കാണാൻ വരും. എങ്കിൽ നേരിട്ട് സംസാരിക്കാം. ഞാൻ സെലക്ട് ചെയ്ത ഡ്രസ്സ് എനിക്ക് കിട്ടണം. ഈ നിൽക്കുന്ന കൂട്ടുകാരുടെ മുമ്പില് മോള് വലിയ സംഭവമായിരിക്കും, പക്ഷേ അത് എന്റെ അടുത്ത് ചെലവാവില്ല. ഒളിച്ച കളികളൊക്കെ അവസാനിപ്പിക്കാൻ സമയമായി. ഇനിയെന്നും ഞാൻ നവീന്റെ കൂടെ ഉണ്ടാവും, നവീന്റെ പ്രിയപ്പെട്ടവളായിട്ട്. സിനി, എന്താ മാം? സിനി, കൃഷ്ണയൊന്ന് വിളിക്കണം. അവളോട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിക്കോളാൻ പറയും. അത് മാം തന്നെയല്ലേ കൃഷ്ണയോട് പറയേണ്ടത്? എനിക്ക് അവളോട് പറയാനായിട്ട് നാവ് വഴങ്ങുന്നില്ല. സിനി തന്നെ പറഞ്ഞാ മതി. ഞാൻ പറഞ്ഞോ മതിയോ മമ്മി? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ജസ്റ്റ് ഒരു ഫോൺ കോൾ. അവളോട് അവിടെ നിന്ന് ഇറങ്ങാൻ പറയണം, അത്രയല്ലേ ഉള്ളൂ. ഗാഥ, ഒരു കാര്യം വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. കൃഷ്ണൻ നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരം ഈ ലോകത്ത് വേറെ ആരും ചെയ്യുന്നതല്ല. ശരിയാണ്, അവളുടെ അമ്മയുടെ ചികിത്സയ്ക്ക് ഞാൻ പണം കൊടുത്തു. പക്ഷേ പണം കൊണ്ട് വിലയ്ക്ക് വാങ്ങുന്നതിനപ്പുറത്താണ് അവൾ നമുക്ക് വേണ്ടി ചെയ്ത സേവനം. നിനക്കൊരു നല്ല ദാമ്പത്യ ജീവിതം, കളരിക്കൽ കുടുംബത്തിന് ശാപമോക്ഷം. അങ്ങനെ ഒരു പെൺകുട്ടിയെ യാത്രയാക്കുമ്പോ സ്നേഹത്തോടെയും സന്തോഷത്തോടെയാണ് പറഞ്ഞയക്കേണ്ടത്. വേദനിച്ചുകൊണ്ട് ആ കുട്ടി ഇറങ്ങുന്നതെങ്കിലേ അതിന്റെ ബുദ്ധിമുട്ട് നിന്റെ കുടുംബ ജീവിതത്തിൽ തന്നെയായിരിക്കും. ഓ, പോയി പോയി എന്റെ മമ്മി ഏറ്റവും വലിയ അന്ധവിശ്വാസിയായി മാറിയിട്ടുണ്ട്. കൃഷ്ണ ശപിച്ചാലെന്താ ഇവിടെ കാട്ടുതീ ഉണ്ടാവോ? ഇല്ലാത്ത കഴിവുകളൊന്നും അവളുടെ തലയിൽ കെട്ടുവെച്ച് കൊടുക്കരുത് എന്റെ മമ്മി. ആരെന്ന് വെച്ചാ എത്രയും പെട്ടെന്ന് അവളോട് ഇറങ്ങി പോവാൻ പറ. സിനി, വിളിക്കേ. ഹലോ സിനി ചേച്ചി, കൃഷ്ണ. മാം പറഞ്ഞിട്ടാ ഞാൻ വിളിക്കുന്നത്. കൃഷ്ണയോട് ഇവിടുന്ന് ഇറങ്ങാൻ സമയായിന്നല്ലേ? നവീന്റെ അച്ഛനും അമ്മയും ഉടനെ എത്തും. അവരെത്തിയാ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങിക്കോളാം.
പിന്നെ മാഡത്തിനോട് പേടിക്കണ്ടെന്നും പറയേ. എനിക്ക് പേടിയൊന്നുമില്ല കുട്ടി. നീ നിന്റെ വാക്ക് പാലിക്കുമെന്ന് എനിക്കറിയാം. മാഡം, ഞാൻ പറയേണ്ട കാര്യമില്ല. എന്നാലും ഗാദിയോട് കളരിക്കൽ എല്ലാവരോടും നന്നായി പെരുമാറാൻ പറയണം. ഒരുപാട് സ്നേഹമുള്ളവരാ അവരൊക്കെ. അത് കിട്ടുന്നത് ഒരു പെൺകുട്ടിയുടെ ഭാഗ്യ. ആ, അവിടുന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ വന്നൊന്ന് കാണണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. കൃഷ്ണ വരില്ലേ? വരും മാഡം. ഞാൻ എന്തായാലും മാഡത്തിനെ കാണാൻ വരും. എങ്കിൽ നേരിട്ട് സംസാരിക്കാം. ഞാൻ വിളിച്ചു, അവള് വരാന്നും പറഞ്ഞു. പക്ഷെ അവളെ എങ്ങനെ ഫേസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. നന്ദ, നാഗപ്രീതിയും സിദ്ധം പറഞ്ഞ ലക്ഷണങ്ങളും ഒത്തുവന്ന കുട്ടിയാ കൃഷ്ണ. അതുകൊണ്ടാണ് സർപ്പബലി പൂർത്തിയാക്കാൻ അവൾക്ക് സാധിച്ചത്. സിത്താരയും കൃഷ്ണയും തമ്മിലുള്ള കരാർ അറിയാലോ. നാഗശാപം തീർന്നു കഴിഞ്ഞാ കൃഷ്ണയ്ക്ക് പകരം ഗാഥ. അതാണ് സിത്താര ഉദ്ദേശിക്കുന്നത്. ഇനി എങ്ങനെയാ അമ്മ നടക്കുന്നേ? കൃഷ്ണയും നവീനും തമ്മില് പിരിയാനാവാത്ത വിധത്തിൽ അടുത്തുപോയില്ലേ? അതെ, പക്ഷേ അത് നമുക്ക് രണ്ടുപേർക്കും മാത്രം അറിയാവുന്ന കാര്യങ്ങളാ. സിത്താര കർശനമായൊരു നിലപാടെടുത്താ കൃഷ്ണയ്ക്ക് വഴങ്ങേണ്ടി വരും. പക്ഷേ നമുക്കിനി അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. നവീന്റെ മുന്നിൽ നിന്നും കൃഷ്ണ ഒരിക്കലും പോകരുത്. ഹോസ്പിറ്റലുള്ളത് കൃഷ്ണ തന്നെയാണെന്ന് ഉറപ്പാണല്ലോ അല്ലേ? അതേമ്മേ, അതിലൊരു മാറ്റമില്ല. പക്ഷെ സൂക്ഷിക്കണം. ഇനി സിത്താര എടുക്കുന്ന തീരുമാനം എല്ലാവർക്കും ഒരുപോലെ ആപത്താ. എനിക്കെന്താ തോന്നുന്നറിയോ? നാഗദൈവങ്ങളുടെ ശക്തിയും കളരിക്കിലെ മറ്റു കാര്യങ്ങളും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി മകളെ ഇങ്ങോട്ട് അയക്കാൻ സിത്താര ശ്രമിക്കില്ലെന്നാ. ഗാഥമോൾക്ക് ഒരുപക്ഷെ മറ്റൊരു വരനെ കണ്ടെത്തിയേക്കാം. നീ എന്താ നന്ദ ഈ പറയുന്നേ? സിത്താരയുടെ വീട്ടിൽ ഗാഥയുണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ നടക്കും. അത് സിത്താരയ്ക്കും ബോധ്യമുള്ള കാര്യമല്ലേ? സത്യം പറഞ്ഞാ നമ്മളിപ്പോ ഒരു കെണിയിൽ അകപ്പെട്ട് കിടക്കുക. കൃഷ്ണയും നവീനെയും പിരിക്കാൻ പാടില്ല. പക്ഷേ താൻ ഇത്രയും നാളും കബളിപ്പിക്കപ്പെടുകയായിരുന്നു എന്നറിഞ്ഞാ നവീൻ പൊട്ടിത്തെറിക്കുകയും ചെയ്യും. എല്ലാം ശുഭമായി അവസാനിക്കുമെന്നും നാഗപ്രീതിയുള്ള കുട്ടി തന്നെ നവീന്റെ ഭാര്യയായി ജീവിക്കുന്നല്ലേ സിദ്ധം പറഞ്ഞേ? ഇതുവരെ ദൈവത്തിന്റെ തീരുമാനം കാത്ത നമുക്ക് അതുകൂടി കാക്കാമേ. ശരി, ആശുപത്രി ചെല്ലുമ്പോ അവിടെയുള്ള കുട്ടികളുടെ പെരുമാറ്റം ഒന്ന് നന്നായി നോക്കുക. അത് കൃഷ്ണ തന്നെയാണെന്ന് ഉറപ്പിച്ചിട്ട് എന്നെ ഒന്ന് വിളിക്കുക. ബാക്കിയെല്ലാം വരുന്ന പോലെ വരട്ടെ.